ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്. തിരൂർ കള്ളിയത്ത് സാനിറ്റേഷന്റെ പുതിയ സംരംഭം കള്ളിയത്ത് ടൈൽ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. പുത്തനത്താണി ചേരുലാലിൽ തുടങ്ങിയ കള്ളിയത്ത് ടൈൽ സ്റ്റുഡിയോ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ പൗരപ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. വിലക്കുറവിൽ ക്വാളിറ്റി ടൈലുകൾ ഇവിടെ ലഭിക്കും. ഇനി പോക്കറ്റ് കാലിയാകാതെ ടൈൽ പർച്ചേസ് ചെയ്യാം. കള്ളിയത്ത് ടൈൽ സ്റ്റുഡിയോ ചേരുലാലിലാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ബഹുമാനം നിറഞ്ഞ തിരൂരിലെ ജനകീയനായ MLA പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീൻ അവർ ഈ ചെറിയ എളിയ സംരംഭം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചെറിയ സംരംഭത്തെ കുറിച്ച് ആലോചിക്കുകയും നമ്മളിങ്ങനെ ഒരു വലിയ വിപുലമല്ലെങ്കിലും ഒരു എക്സ്റ്റൻഡഡ് ഷോറൂം എന്ന നിലക്ക് തിരൂരിലെ ക്രീമായിട്ടുള്ള ഒരു ജനഹൃദയങ്ങളുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുകയും അതിൻ്റെ പരിസമാപ്തി എന്ന നിലക്ക് ഒക്ടോബർ 13 തിങ്കളാഴ്ച രാവിലെ ഈ സമയത്ത് നമ്മുടെ ബഹുമാനായ MLA കുറുക്കോളി മൊയ്തീൻ അവരുടെ കാര്യങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ പറയാനുള്ളത് എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഇതിലേക്ക് ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ഇതിനെ വിജയിപ്പിക്കുക. എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഇടപെടലുകളും ഈ സ്ഥാപനം 25 വർഷമായി തിരൂർ നഗരത്തിൽ വളരെ ഭംഗിയായി നടത്തിവരുന്ന ഒരു സ്ഥാപനം. അതിൻ്റെ ഒരു ശാഖ കൂടി പറഞ്ഞിരിക്കുകയാണ്. മലപ്പുറത്തും കോട്ടകലും തിരൂരിൽ നേരത്തെ 25 കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനത്തിൽ ശാഖകൾ ഇതിനകം തുടങ്ങി പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ചേരുലാലിൽ ഇന്ന് അവരുടെ ഒരു സ്ഥാപനത്തിന് പിറവി പൂണ്ട ഒരു സ്ഥിതിയിലാണ് നമ്മളുള്ളത്. എല്ലാ ആശംസകളും സംബന്ധിച്ച് നേരുകയാണ്. ഒരു കച്ചവട സ്ഥാപനം തുറക്കുന്നു പറയുമ്പോൾ ഉടമക്ക് സാമ്പത്തിക ലാഭം മാത്രമല്ല ലഭ്യമാകുന്നത്, നാട്ടുകാർക്ക് സൗകര്യങ്ങൾ, കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്താൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നു. വീടിനോട് താമസ സ്ഥലത്തിനോട് ചേർന്ന് സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അടുത്ത് ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ചുരുങ്ങിയത് 3 ആളെങ്കിലും ഇതിൽ പ്രവർത്തിക്കാനുണ്ടാകും. ആ 3 ആൾക്ക് തൊഴിൽ കുടുംബം അതുവരെ രക്ഷപ്പെടും. വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആ കള്ളിയത്ത് ഗ്രൂപ്പ് നൗഷാക്കായാലും ഗഫൂറൊക്കെയായാലും അത് പിന്നെ ഹൈദരാബാദ് ഡോക്ടർ സുബൈ ഡോക്ടർ അവരൊക്കെ വലിയ നല്ല രീതിയിൽ ഓപ്ഷണലൈസ് അങ്ങനെയുള്ള അവരുടെ സംരംഭം കേരളത്തിൽ തന്നെ എന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റീൽ ബിസിനസ് അതുപോലെ തന്നെ സാനിറ്റേഷൻ ബിസിനസ് എത്രാമത്തെ നമുക്ക് തന്നെ പറയാൻ കഴിയില്ല. ഇനിയും അദ്ദേഹത്തിന് ഇതുപോലെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. മാത്രമല്ല അനുവർക്കാരെന്ന് പറഞ്ഞത്
സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിൻ്റെ നിന്ന് ഇപ്പോൾ നമ്മുടെ മോണി സ്റ്റാർസ് നാഷണൽ സെക്രട്ടറിയും മുൻ MESന്റെ ചെയർമാനായിട്ടുള്ള അൻവർ സാദത്ത് കള്ളിയത്തിൻ്റെ ഈ സംരംഭം ഈ നാട്ടിൻ്റെ ഒരു തിലകക്കുറിയായി മാറട്ടെ എന്ന് ആദ്യമായി പറയുകയാണ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങളും ഏകദേശം ഈ കള്ളിയത്ത് സാനിറ്റേഷനും അസൈനാർ കമ്പനിയും KK മൊയ്തീനും അതുപോലെ പ്രതാപ് ഇൻഡസ്ട്രീസും ഒക്കെ ആയിരുന്നു തിരൂരിലെ ആദ്യകാല തുടക്ക ബിസിനസ്സുകാരെ എന്ന നിലയിൽ. അപ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ തലമുറകളായിട്ട് അത് ആ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് കള്ളിയത്ത്. ഇന്ന് അത് തിരൂരല്ല, മലപ്പുറം ജില്ലയിലല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ കള്ളിയത്ത് സാനിറ്റേഷൻ. 1978 മുതൽക്ക് എനിക്ക് ചെറിയ ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് കോട്ട് റോഡിൽ. അന്ന് ആ കാലത്ത് ഇവിടെ ഒന്നും ഹാർഡ്വെയർസ് എന്നൊന്നും സംവിധാനമില്ല. ആ കാലത്ത് അവിടെ പോയിട്ടായിരുന്നു നമ്മളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നത് ഈ സ്ഥാപനത്തിന്. നമ്മൾ അതിന് ശേഷം 20 കൊല്ലം മുമ്പ് കനക സിൽക്ക് ഓപ്പൺ ആക്കിയപ്പോൾ അതിനുള്ള ടൈൽസ് മുഴുവൻ അവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ബന്ധങ്ങൾ ഇപ്പോൾ കൂടുതൽ ബന്ധം ഞങ്ങൾ കൂടിച്ചേർന്ന് മക്കളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കള്ളിയത്ത് സാനിറ്റേഷൻ്റെ സ്ഥാപനങ്ങൾ അനുദിനം നമ്മുടെ രാജ്യത്തെ മുക്കിലും മൂലയിലുമെല്ലാം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തെളിയിക്കുന്നത് ഈ രാജ്യത്ത് ടൈൽസ് ആൻഡ് സാനിറ്റേഷൻ രംഗത്ത് ഇവർ നൽകുന്ന ആ മഹത്തായ അതിൻ്റെ പരിപൂർണം തന്നെയാണ്. സ്ഥാപനത്തിനോട് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടുത്തെ സ്റ്റാഫുകളെ, ഒരു സ്ഥാപനം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സഹകരണം ആവശ്യമാണ്. സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന്, കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് സഹകരിക്കുക. ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക, അതുപോലെ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും. ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പറയണം. കുറച്ച് നമുക്ക് അവർക്ക് നൽകിയതിൽ അഭിവൃദ്ധി നൽകുമാറാട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരം അവസാനിക്കും. ഒരുപാട് കാലമായി ബിസിനസ് ഇവിടെ നമുക്ക് തുടങ്ങിയിട്ട് നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിന് പുതിയ പുതിയ സംരംഭങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇതുപോലത്തെ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അത് എനിക്ക് തന്നെ 2-3 കാര്യത്തിൽ അനുഭവമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കമ്പയർ, ഞാനൊരു ബേസിക്കലി ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ അനുഭവം, നമുക്ക് ബാക്കിയുള്ള ആളുകളുടെ അനുഭവം, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇന്ന് വരെ കള്ളിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രൈസിന് എനിക്ക് ഒരിക്കലും പുറത്തുനിന്ന് കിട്ടൂല എന്ന് എനിക്ക് ഡാം ഷുവർ 100%. പ്രദേശത്ത് ഇങ്ങനെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ടൈൽസ് ഗാലറി ഒരുക്കിയ ഇതിന്റെ മാനേജ്മെന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം ഇനിയും ഉയരങ്ങളെത്താൻ ദൈവം തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പ്രദേശത്തുകാർക്ക് ഇതൊരു ഭാഗ്യമായിട്ടുള്ള സംരംഭമായി തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ നിന്ന് തിരൂർക്കും മറ്റു പ്രദേശത്തേക്കും പോകേണ്ട, ഇനി ഇവിടെ തന്നെ വന്ന് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടിയായ അനുസാദത്തിന്റെ ഈ സ്ഥാപനം വളരെ ആശംസിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരവസരത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മുടെ നാട്ടിൽ കള്ളിയത്ത് ഗ്രൂപ്പ് ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. 100 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം കള്ളിയത്ത്. അപ്പോൾ കള്ളിയത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ കള്ളിയത്ത് സ്റ്റൈൽ സ്റ്റുഡിയോയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മീഡിയ ന്യൂസ്, തിരൂർ.